കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നടപ്പാത ഇടിഞ്ഞു താഴ്ന്നു. കടലാക്രമണത്തിൽ മണ്ണ് ഒലിച്ചു പോയതാണ് നടപ്പാത തകരാൻ കാരണം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ അപകടം എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? അതല്ല മറ്റ് നിയന്ത്രണങ്ങൾ ഇതേ തുടർന്നുണ്ടായിട്ടുണ്ടോ? ഗോകുൽ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ സൗത്ത് ബീച്ചിന്റെ നടപ്പാതയാണ് ഒരു ഭാഗം ഇപ്പോൾ ഇടിഞ്ഞു താണിട്ടുള്ളത്. ശക്തമായ കടൽക്ഷോഭം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഈ നടപ്പാതയുടെ താഴ്വശത്ത് തിരയടയ്ക്കുകയും തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന മണ്ണും കല്ലും ഒലിച്ചു പോകുകയുമായിരുന്നു. അങ്ങനെയാണ് ഒരു ഭാഗം താഴേക്ക് ഇടിഞ്ഞ് താണിട്ടുള്ളത്. നിലവിൽ 100 മീറ്ററോളം ഭാഗത്താണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗങ്ങൾ, ഇടിഞ്ഞു താഴ്ന്ന ഭാഗങ്ങൾ നിലവിൽ ആളുകൾ കയറാത്ത രീതിയിൽ നിയന്ത്രിച്ചിരിക്കുകയാണ്. സമീപവശത്തും ഈ ഇടിയുമെന്ന ഒരു ഭീഷണി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്തതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. ഇടിഞ്ഞു താഴ്ന്ന സമയത്ത് ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. വീണ്ടും കടൽക്ഷോഭം ഉണ്ടാവുകയാണെങ്കിൽ ബാക്കി ഭാഗങ്ങൾ കൂടി ഇടിഞ്ഞു താഴാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ കടൽക്ഷോഭവും ഉച്ചയ്ക്ക് ശേഷം തീരദേശ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. സമീപമുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിന് നിരോധനം കേരള തീരത്ത് തുടരുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനാണ് നിരോധനമുള്ളത്. ചൊവ്വാഴ്ച വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോകുൽ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് കടലാക്രമണത്തെ തുടർന്ന് നടപ്പാതെ ഇടിഞ്ഞു താഴ്ന്നത്.